ഒരു നിമിഷം. അല്ല, ഞാൻ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ. ഹലോ, ആ ആണാ? താങ്ക് യു. കുടുംബത്തോടെ പോയി കണ്ടോ? ഓക്കെ. എന്റെ വീട് ജപ്തി. ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചിങ്ങനെ ഫോണിലൂടെ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തം കയ്യിൽ. ഇത് കാണാതിരിക്കും. ഈ സിനിമ കണ്ടില്ലെങ്കിൽ ഓണം നിങ്ങൾ പൂർണ്ണമായിട്ട് ആഘോഷിച്ചില്ല എന്ന് തന്നെ പറയാം. ഉറപ്പായിട്ടും കാണണം. എനിക്ക് വയ്യ. അടുത്ത നസീർ കടയിൽ മൈക്ക് കൈമാറിയാണ് ഈ സിനിമയുടെ കുടുംബത്തോടെ ഇറങ്ങി കൊടുക്കും. ഇതില് ഒരുപാട് പേര് വിളിച്ച് വളരെ നല്ല അഭിപ്രായം. ആക്ട്രസ് ഇവിടെ ഉണ്ട്. അതായത് നായിക തുല്യ പ്രാധാന്യ കഥാപാത്രങ്ങളുടെ ഒരു കെട്ടുറപ്പ് കിട്ടിയ നമ്മുടെ സ്വന്തം ചേച്ചി ഒരു അടി കൊണ്ട് അല്ലേ? അതെ, ഇപ്പോഴും ആൾക്കാർ പറയുന്നത് പണ്ട് നസീർ സാറും ഷീല ഇങ്ങനെ മരം ചുറ്റി പ്രേമം നടത്തുന്ന മാതിരി ഈ സിനിമയിൽ ഒരു മരം ചുറ്റി പ്രണയം ഏകദേശമൊക്കെ അടുത്ത് വരുന്നുണ്ട്. വളരെ നല്ല സിറ്റുവേഷൻ ആണ്. എന്ത് തോന്നി ചേച്ചിക്ക് മമ്മൂക്കയുടെ? അല്ല, അതിനെപ്പറ്റി സുരാജിനോട് ആളുകൾ എന്താ വിളിച്ചു പറഞ്ഞത്? എന്നോട് വിളിച്ചു പറഞ്ഞു. അതായത് എല്ലാ ആൾക്കാരും ഇവരെ തന്നെ വിളിച്ചു പറഞ്ഞത്. കാര്യം വെച്ചാൽ ഇരുന്നിരുന്നാണ് ഇങ്ങനെ ആ ഫോണിൽ എത്തിരി അന്ന് അനക്കം വെച്ചത്. മുമ്പ് ഞാൻ വിചാരിച്ചു ഈ ഫോണിന് എന്തോ കംപ്ലൈന്റ് ആയിരിക്കും. പിന്നെ മനസ്സിലായത് നല്ല സിനിമകൾ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആണ് എന്നെ ആൾക്കാരെ വിളിക്കുന്നത്. നല്ല സിനിമകൾ ചെയ്യുന്നു, ഒരുപാട് പേര് വിളിക്കുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ ചേച്ചിക്ക് തോന്നിയ അനുഭവം എന്തായിരുന്നു? എനിക്ക് ഭയങ്കര സന്തോഷമാണ് സത്യത്തിൽ. മമ്മൂക്കാനെ ദൂരെ നിന്നാണ് ഞാൻ സെറ്റുകളിൽ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഒരിക്കലും ഞാൻ അല്ലല്ല, എനിക്കെന്തോ പകർച്ച ദൂരെ നിന്ന് പകർച്ചവ്യാധി അതല്ല, നമുക്കവിടെ കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് അറിഞ്ഞില്ല അങ്ങനെ. അല്ല, എനിക്ക് വീണ്ടും മമ്മൂക്കാട് അങ്ങനെ വിചാരിച്ചില്ല. ഞാൻ കൂടുതൽ പറയാം. ഫാമിലി ആയതുകൊണ്ട് കൂട്ടുമെന്നുള്ളൊരു സംശയമുണ്ട്. ഒന്നാമത്തെ കാര്യം ഇപ്പൊ മറ്റു ബ്രദേഴ്സിന് ഇഷ്യൂ ഉണ്ടാവും. ഷാരൂഖ് ഖാൻ, ആമിർ ഖാൻ, സൈഫ് അലി ഖാൻ, സൽമാൻ ഖാൻ, ഈ 4 ഖാൻമാർക്ക് ഇഷ്ടമല്ല സഹോദരി അഭിനയിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പിന്നെ അതാണ് സത്യം. ഇപ്പൊ തന്നെ ഈ വേറെ ഒരു ഗെറ്റപ്പിലൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നത്. മലയാളം പടങ്ങളൊന്നും അവരോട് കാണരുത്, കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞിരിക്കുന്നു. എങ്ങനെ അവകാശം അവർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ അഭിനയിക്കുന്നവർ അറിയില്ല. എന്നാണ് സൽമാൻ ഖാൻ മറ്റേ ക്രിക്കറ്റ് കളിക്ക് വന്നില്ലേ? ക്രിക്കറ്റ് കളി വന്ന് വന്നപ്പോൾ ഇവരെ വീട്ടിലായിരുന്നല്ലേ. 3 നേരം ഊണ് നോമ്പ് പിടിച്ചിട്ടാണ് വന്നു. നോമ്പൊക്കെ തുറന്നു. ഇപ്പൊ നോമ്പിനായിരുന്നു ഷൂട്ടിങ്. എല്ലാ നോമ്പും പിടിച്ചു. കാലത്ത് പിടിക്കും, കാലത്ത് തന്നെ പിടിച്ചു. കാലത്ത് ഇങ്ങനെ ഒരു പിടിയുണ്ട്, ആഹാരം എല്ലാം കൂടെ. ആ പിടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒരു പിടി, പിന്നെ വൈകുന്നേരം ഒരു പിടി. പക്ഷെ എന്നാലും നോമ്പൊക്കെ മാക്സിമം എടുത്തു. മമ്മൂക്കായെ കാണുമ്പോൾ മാത്രം ഒളിച്ചു നടക്കും. ഞാൻ പിന്നെ മാറിയിരുന്ന് കരച്ചിൽ, നീ എന്തിനാ മമ്മൂക്ക അടുത്ത് പറയാൻ പോയി? മമ്മൂക്ക ആരെയും നിർബന്ധിച്ച് നോമ്പൊന്നും പിടിപ്പിക്കില്ല. ഇത് അവരുടെ ഒരു ധാരണ. അയ്യോ, മമ്മൂക്ക കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ചേച്ചി ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. സോറി ചേട്ടാ. അപ്പുറം ഒരു സംഭവമുണ്ട്. ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ഷൂട്ടിങ്ങുമായിട്ട് നിന്നപ്പോൾ ചേച്ചി അടുത്തുണ്ട്. എന്നോട് പറയാണ്, ഇരുന്നിങ്ങനെ എന്തോ പത്രം വായിച്ചിട്ട് ഫോൺ വന്നിട്ട്, അല്ലാ ഞാൻ എന്ത് ചേച്ചി, എടാ ചിത്രഭൂമിയില് എന്റെ മമ്മൂക്കയുടെ ഫോട്ടോ വന്നടാ. ഞാൻ കരുതി ആരോ വീട്ടിൽ ഉമ്മാക്കി തന്നെ ഉമ്മ സത്യം ഉമ്മ എന്ന് പറഞ്ഞിട്ടാണ് വീഴാണ്. അതെന്തിനാ? അത് സന്തോഷം കൊണ്ട് ഇത്രയും ഇല്ല. ഞാൻ കരുതി ആരോ മരിച്ചു പോയായിരുന്നു. ആ രീതിയിലായിരുന്നു ആ സന്തോഷ പ്രകടനം. മമ്മൂക്കാനെ ഇഷ്ടപ്പെടാത്തവരാരായി ലോകത്തുള്ളത്? അത് പറ. ആരും തുറന്നു പറയില്ല. മമ്മൂക്കാനെ പേടിച്ചിട്ട് മാറിക്കും. ഞങ്ങളൊക്കെ വളരെ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. അല്ല, അത് ഞാൻ ആദ്യം വന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും. മമ്മൂക്കാനോട് സംസാരിച്ചു കഴിയുമ്പോഴാണ് മമ്മൂക്ക ഇത്ര സിമ്പിളായ ഒരാളാണെന്ന് മനസ്സിലാവുക. സിമ്പിളായ ആളാണ്. എന്നിട്ട് അദ്ദേഹമായിട്ട് ഒരു ഫോട്ടോ പത്രത്തിൽ വന്നപ്പോ എന്തിനിങ്ങനെ ചാടി അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സന്തോഷം കൊണ്ടാണ്. അത് അത്ര കരഞ്ഞിട്ടൊന്നുമില്ല ഞാൻ.